അപ്പോൾ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോകണം. ആലപ്പുഴയിൽ ടി കെ റിജിത്താണ്. റിജിത്ത്, ആലപ്പുഴയിലും ഇതുതന്നെയാണ് അവസ്ഥ. അവിടെ 2019 UDF കൊടുങ്കാറ്റിലും കനൽത്തരിയെ LDFന് കൊടുത്ത സ്ഥലമാണ്. ഇക്കുറി അവിടെ ദേശീയ നേതാവ് KC വേണുഗോപാൽ ഇറങ്ങുന്നു. BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോൾ ശോഭയെപ്പറ്റി TJ നന്ദകുമാർ എന്തൊക്കെ ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതടക്കം എന്തായാലും പ്രചരണ വിഷയമാകും അവിടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ആത്യന്തികമായി അവിടെ നിന്ന് കാണാൻ കഴിയുന്ന റിജിത്ത്? നാളെ കൊട്ടിക്കലാശത്തിൽ ഒരു മഹാപ്രകടനം പ്രതീക്ഷിച്ചുകൂടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും? തീർച്ചയായും ഹാഷ്മി, വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ, ശക്തമായ പോരാട്ടം തന്നെ ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രചാരണം അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്ക് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന്, മുന്നണികളുടെ ഭാഗത്തുനിന്ന് ആ പ്രചാരണത്തിന്റെ ആവേശമൊക്കെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെയും LDF സ്ഥാനാർത്ഥിയെയും നമ്മൾ നേരിൽ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. KC വേണുഗോപാൽ 24നോട് സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമാണ് ഉയർത്തുന്നത്. PV അൻവറിന്റെ അധിക്ഷേപ പരാമർശമടക്കം, രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിനടക്കം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഈ അധിക്ഷേപ പരാമർശങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് അണികളുടെ ഭാഗത്തുനിന്ന്, നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് എന്ന വിമർശനം KC വേണുഗോപാൽ ഉയർത്തുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പ്രചാരണത്തിൽ സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. LDF ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ UDF തരംഗമുണ്ടായിരുന്ന, കഴിഞ്ഞ തവണയും LDFന്റെ അഭിമാനം കാത്ത ഒരു സീറ്റ്, കനലൊരു തരി എന്ന വിശേഷണത്തോടുകൂടി AM ആരിഫ് ലോക്സഭയിലേക്ക് പോയ മണ്ഡലമാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തേതിന്റെ 2 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. 10,400 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചിരുന്നത്. ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. തന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ജനം അംഗീകാരം നൽകും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു. മറ്റൊന്ന് NDA ക്യാമ്പിലെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിരിക്കുന്ന പുതിയ ആരോപണം, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. അത് ഉറപ്പായും സ്വാഭാവികമായും ഈ മണ്ഡലത്തിന്റെ പ്രചാരണ ചൂടിനെ അതും ബാധിക്കും, അതും പ്രചാരണ വിഷയമായി മാറും. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് കരുതുന്നു. ആ മുറയ്ക്ക് അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാജ്യസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള പ്രചാരണം തന്നെയാണ് ഏറ്റവും മൂർച്ചയുള്ളതായി ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു CPM ആദ്യം മുതലേയുള്ള പ്രചരണം. എന്തായാലും അതങ്ങനെ അതിശക്തമായി തന്നെ തുടരുകയാണ്.